സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ടീമുമായി കരാറിൽ ഒപ്പിട്ടെന്ന് വിവരങ്ങൾ ലഭ്യമാവുകയാണ്. സഞ്ജുവിന് പകരം രവീന്ദ്ര ജഡേജയെ രാജസ്ഥാൻ റോയൽസിന് കൈമാറുകയും ചെയ്യും എന്ന വളരെ പ്രധാനപ്പെട്ട, നമുക്കറിയാം നേരത്തെ തന്നെ ഇതിന്റെ ആലോചനകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അല്പം കാലതാമസം ഇടയ്ക്ക് ഇങ്ങനെ ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള കരാറുകളുടെ കാര്യത്തിലൊക്കെ തന്നെ വന്നിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ സഞ്ജുവുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ തന്നെ ഇന്ന് സ്ഥിരീകരണം വരികയാണ്. അങ്ങനെയാണ് ഈ വാർത്ത ആദ്യമായി മാതൃഭൂമി ന്യൂസ് നൽകുകയും ചെയ്തത്. അതിന്റെ സ്ഥിരീകരണം വന്ന സ്ഥിതിക്ക് സോണൽ കൃഷ്ണ എന്നോടൊപ്പം ചേരുകയാണ്. സോണൽ, അങ്ങനെ സഞ്ജുവിനെ സംബന്ധിച്ചുള്ള ഒരു കൂടുമാറ്റം ഉണ്ടാകുന്നു വർഷങ്ങൾക്ക് ശേഷമോ ചെന്നൈ പോലെയുള്ള തലയെടുപ്പുള്ള ഒരു ടീമിനൊപ്പം ചേരാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ധോണിയുടെ സാന്നിധ്യമുണ്ട്. നായകനാകുമോ എന്നുള്ളതാണ്. കാരണം അവിടെ നിന്ന് രാജസ്ഥാനിൽ നിന്ന് വരുമ്പോൾ നായക പരിവേഷത്തോടുകൂടി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു നായക സ്ഥാനത്തേക്ക് എത്തേണ്ടതാണ്. ഇപ്പോൾ കരാർ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? സഞ്ജു എന്താണ് സ്ഥിരീകരിക്കുന്നത്? തീർച്ചയായിട്ടും 15-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. കാരണം ഫ്രാഞ്ചൈസികളെ സംബന്ധിച്ച് സ്ഥിരപ്പെടുത്തേണ്ട താരങ്ങളെ അവസാനമായി അറിയിക്കേണ്ടത് 15-ാം തീയതിയാണ്. അപ്പോൾ 15-ാം തീയതിക്ക് ശേഷമായിരിക്കും അത്തരത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. എന്തായാലും കഴിഞ്ഞ സീസൺ അവസാനിക്കുക തൊട്ട് മുമ്പ് തന്നെ അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു സഞ്ജു ചെന്നൈയിലേക്ക് എത്തും എന്നുള്ളത്. പല മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ കാര്യത്തിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും സൂചനകൾ ചൂണ്ടിക്കാട്ടി വാർത്തകൾ കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത കാര്യം, സഞ്ജു ചെന്നൈയിലേക്ക് എത്തുമ്പോൾ ചെന്നൈക്ക് എത്രത്തോളം മുതൽക്കൂട്ടാണ് സഞ്ജുവിനെ സംബന്ധിച്ചും സഞ്ജുവിന്റെ കരിയറിൽ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ചെന്നൈയിനെ സംബന്ധിച്ച് ചെന്നൈയുടെ ഒരു മുതൽക്കൂട്ടായിട്ടുള്ള നമ്മുടെ ജഡേജയെ പിന്നെ സംസ്കരനെയും മാറ്റിക്കൊണ്ടാണ് സഞ്ജുവിനെ പ്ലേസ് ചെയ്യുന്നത്. അത് ചെന്നൈയിനെ സംബന്ധിച്ച് അവരുടെ ബാറ്റിംഗ് നിര അതൊന്നുകൂടി സ്ട്രോങ് ആവും എന്നുള്ളത് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരും. കാരണം ധോണി ഒരുപക്ഷെ മാറിക്കഴിഞ്ഞാൽ അടുത്തതാര് എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരം കൂടി സഞ്ജുവിനെ ചൂണ്ടിക്കാട്ടി നമുക്ക് കാണേണ്ടി വരും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. IPL സഞ്ജുവിൻ്റെ കരിയർ എടുത്തു കഴിഞ്ഞാൽ 2012 അദ്ദേഹം 18-ാമത്തെ വയസ്സിൽ IPL കളിക്കാൻ വരുന്നു. അന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ എൻട്രി. പക്ഷേ അന്ന് ആദ്യഘട്ടത്തിലൊന്നും മത്സരിക്കാൻ കഴിയാതെ ബെഞ്ചിലിരിക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം രാജസ്ഥാനിലേക്ക് എത്തുന്നു. രാജസ്ഥാനിൽ നിന്നും പിന്നീട് ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ഉള്ള ഒരു തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ അത് പൂർവാധികം ശക്തിയോട് കൂടിയിട്ടായിരുന്നു. പിന്നീട് അദ്ദേഹം രാജസ്ഥാനിലെത്തുന്നു. അതിനുശേഷം 2016 കൂടി സ്ഥിരപ്പെടുകയാണ് ടീമിൽ. അതിനുശേഷം പതിയെ 2021 അദ്ദേഹം ക്യാപ്റ്റനായി മാറുന്നു. പിന്നീട് ഏറ്റവും വിലപ്പെട്ട താരമായി സഞ്ജു IPL മാറുന്നത് നമ്മൾ കണ്ടത്. കഴിഞ്ഞ സീസണിലെ ഏറ്റവും കൂടുതൽ വില കൊടുത്ത് വാങ്ങിയ താരങ്ങളിൽ, അല്ലെങ്കിൽ സ്ഥിരപ്പെടുത്തിയ താരങ്ങളിൽ ഒരാളാണ് സഞ്ജു എന്നുള്ളതും നമുക്ക് എടുത്ത് പറയേണ്ടത്. അടുത്തത് ജഡേജ രാജസ്ഥാനിൽ എത്തുമ്പോൾ സേഫ് സോൺ എങ്ങനെയാണ് ജഡേജയെ സംബന്ധിച്ച്? ഓൾറൗണ്ടറാണ് ജഡേജയെ സംബന്ധിച്ച് ഏതൊരു ടീമിനും ആ ടീമിന് ആവശ്യമായ ഘട്ടത്തിൽ എപ്പോഴും തൻ്റെ പ്രകടനം പുറത്തെടുക്കുന്ന ഒരു വ്യക്തിയാണ് ജഡേജ. കാരണം ആ ബൗളിങ്ങിലാവട്ടെ ബാറ്റിങ്ങിലാവട്ടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വന്ന് അടിച്ചു നിരത്തി പോകുന്ന ഒരു കാഴ്ച പലപ്പോഴും നമ്മൾ ചെന്നൈയിലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ രാജസ്ഥാനും അതൊരു മുതൽക്കൂട്ടാവും എന്നുള്ളത് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കും. സഞ്ജുവിനെ സംബന്ധിച്ച് സഞ്ജുവിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ചേഞ്ച് ആയിരിക്കും ഈ നടക്കാൻ പോകുന്നത്. ആരാധകർ എന്താണ് പറയുന്നത്? സഞ്ജുവിന്റെ വിപുലമായ ആരാധക വൃന്ദങ്ങൾ കേരളത്തിൽ മാത്രമല്ല വലിയ ആരാധകരുടെ പ്രതികരണം എന്താണ്? നമുക്ക് ഈ സഞ്ജുവിൻ്റെ കളികളൊക്കെ നമ്മുടെ കഴിഞ്ഞ മാച്ചിലൊക്കെ കണ്ടതാണ്. വലിയൊരു തോതിൽ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ആരാധകർ തമിഴ്നാട്ടിൽ ചെന്നൈ ഫാൻസിൽ തന്നെ വലിയ തോതിലുള്ള ആരാധകർ സഞ്ജുവിനെ സംബന്ധിച്ചിട്ടുണ്ട്. ചില ഗാലറിയിൽ ചില ആരാധകരെ, ചെറിയൊരു കുട്ടിയുടെ വീഡിയോ, ഒരു ചെന്നൈ ഫാനാണ് ആ കുട്ടി, പക്ഷേ സഞ്ജു എന്ന് ഉറക്കെ വിളിച്ച ആ കുട്ടി സഞ്ജുവിൻ്റെ അടുത്ത് ഓട്ടോഗ്രാഫ് വാങ്ങുന്നുണ്ട്. അപ്പോൾ സഞ്ജു രാജസ്ഥാനിൻ്റെ ജേഴ്സിയിട്ട് വരുന്നു, ആ ക്യാപ്പ് കൈമാറുന്നു. അപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ വലിയ ചെന്നൈ ഫാൻസിനൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ആ സൂചനയെ കിട്ടിയപ്പോൾ തന്നെ സഞ്ജു തങ്ങളുടെ ടീമായി എന്ന് പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായാലും അദ്ദേഹം വരുന്നതോടുകൂടി ആരാധകർ ഇരട്ടി ആവേശത്തിലാവും. കാരണം തല നിൽക്കുന്നു, അടുത്തൊരു ചെറിയ തല വളർന്നു വരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ഹാപ്പിലി ചേഞ്ച് എന്ന് നമുക്ക് മാതൃഭൂമി ന്യൂസിന്റെ എല്ലാവിധ ആശംസകളും സഞ്ജുവിനെ അറിയിക്കാം. കാരണം സഞ്ജു ഈ സീസണിൽ എല്ലാവരും കാണുന്ന സഞ്ജുവിനെ ഒരു നായകനായിട്ട് തന്നെ കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ സീസണിൽ ഇല്ല എന്നുണ്ടെങ്കിലും അത് അടുത്ത സീസണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.